ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു കണ്ടൻറ്റാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ എടുക്കണേക്കാട്ടും എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത്. പക്ഷേ ഫസ്റ്റായിരിക്കും നമ്മൾ ക്ലിപ്പ് ആഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. കാരണം നമ്മൾ വാഹക്ക് ലൈഫ് ഫീഡ് കൊടുക്കണമെന്ന് വീഡിയോ ഒന്നും എടുക്കണമെന്ന് വിചാരിച്ചില്ല. കാരണം വേറെ കണ്ടൻറ്റ് ഒന്നും ഇല്ല ഗൈസ് നമ്മുടെ കയ്യിൽ. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി നമ്മൾ പുതിയ കണ്ടൻറ്റ്സൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വരുന്നതാണ്. ചുമ്മാ ഒന്ന് പാടത്ത് വിട്ട് നിങ്ങൾക്കും ഇങ്ങനെ ഫീഡൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ ഫീഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വാഹ അടിപൊളിയായിട്ട് ഫീഡ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ണും പൊട്ടി വാഹേനെ എടുക്കാം കേട്ടോ. കിട്ടില്ല മോൺസ്റ്റർ ഫിഷാണ്. അക്യൂരു ഏത് ടാങ്ക് വേണമെങ്കിൽ സെറ്റാക്കിയത്. നമ്മൾ പുറത്തൊരു ടാങ്ക് പണിയുന്നുണ്ട്. അതാണ് നമ്മുടെ അടുത്ത കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെപ്പോഴാണ് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഷോർട്സ് ആയിട്ടായിരിക്കാം, ഫുൾ വീഡിയോ ആയിട്ടായിരിക്കും. അപ്പോൾ അത് കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരെ വീഡിയോ കണ്ടിട്ട് പോവുക. അത് പാടത്തു നിന്നാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. ലൈഫ് ഫീഡ് പിടിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് പോയി കണ്ടേ. അപ്പോൾ ഇതേ നമ്മൾ ഇപ്പോൾ നിൽക്കണത് ഇതേ നമ്മുടെ പാടത്തിൻ്റെ തൊട്ട് നടുക്കായിട്ടാണ്. തൊട്ടൊന്നല്ല, നടുക്കായിട്ടാണ് ഗൈസ്. കണ്ടില്ലേ പാടത്തിന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നത്. പാടത്തിൻ്റെ നടുക്കായിട്ടാണ്. ചുറ്റിനും വെള്ളം ഗൈസ്. അവിടെയും വെള്ളം, എല്ലായിടത്തും വെള്ളം. നമ്മൾ നടുക്കാട്ടേക്കറേ. അവിടെ നമ്മൾ ലൈഫ് ഫീഡ് പിടിക്കുമായിരുന്നു. ഇതേ ലൈഫ് ഫീഡ് പിടിച്ചത് ഈ കാണുന്ന ഫീഡുകൾ, അത്രയും ഫീഡാണ് ഞാൻ പിടിച്ചത് കേട്ടോ. ഇതിലേതൊക്കെ ഫോക്കസ് ആവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ കാഴ്ചപ്പത്തേ നമ്മൾ അവിടെ മീനുകളൊക്കെ ഇട്ട് എത്തിയിട്ടുണ്ട്. ചിലതൊക്കെ വടിയെ തൊടങ്ങി കണ്ടില്ലേ. നമ്മൾ ഇടാൻ പോണത് ഈ കാണുന്ന ടാങ്കിലാട്ടോ. വാഹ നിൽക്കണമെങ്കിൽ തുറന്നു വിടുന്ന കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. കണ്ടില്ലേ ഇഷ്ടംമാതിരി മീനുകൾ ഒറ്റയടിക്ക് പോകണം. നല്ല രസം കേട്ടോ. കാലൊറ്റ മീനില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ പൊട്ടിച്ചപ്പോൾ കാണാൻ ഭംഗിയുണ്ട് ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ. കണ്ടില്ലേ എന്ത് ലുക്കാ ഗൈസ്. ഓ ഗൈസ്, അപ്പോൾ ഇത് നമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ തീറ്റ കൊടുക്കാൻ പോകട്ടെ. നമ്മുടെ വാഹ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ നമ്മുടെ വാഹ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് ഒരെണ്ണത്തിന് എടുക്കാട്ടോ. എന്താ അപ്പോൾ അതെ നമ്മൾ ഇവനെ ഇട്ടെടുക്കണേ. ഫസ്റ്റ് നമ്മൾ ഇവനെ ഇട്ടെടുക്കണേ. സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊടിയാട്ടോ. കണ്ടില്ലേ ഈ കാണുന്ന മീനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. നമുക്കിത് കൊടുത്തു നോക്കട്ടെ. അവിടെ വാഹ എവിടെ എവിടെ ഇവിടെ കിടപ്പുണ്ട്. കൊടുക്കാൻ പോകാം. ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഗൈസ്, അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ? അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഈസി ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. ഞാൻ കാണിച്ചത് പാടം ഇവിടെ അടുത്താട്ടോ. അവിടെ നിന്ന് ജസ്റ്റ് ഒരു നെറ്റ് വെച്ചാണ് നമ്മൾ കോരിയിട്ട് ഈ മീനുകളൊക്കെ പിടിച്ചത്. ഇപ്പോഴും സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പിശുക്കൊന്നും കാണിക്കാൻ നിൽക്കരുത്. വാരിക്കോരി കൊടുക്കാനും നിൽക്കരുത്. ഒരളവിനനുസരിച്ച്. ഞാനിപ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5-6 കൊടുക്കും. കാരണം വിലപ്പോഴൊക്കെ 1 ഡേ 5 ചില ദിവസങ്ങൾ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കണ്ടൻസിന് വേണ്ടിയിട്ട് ഒന്ന് ഇൻസ്റ്റയിലും കൂടി ഫോളോ ചെയ്തേക്കാട്ടോ. ഇൻസ്റ്റയിൽ റീലൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇതേപോലത്തെ വീഡിയോസൊക്കെ ആണെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റയിൽ നമ്മൾ സെയിലിംഗ് ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം ഗൈസ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കയറി കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.